Hi all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ വിത്ത് സ്റ്റഡി സ്റ്റേറ്റ് ബൗണ്ടറി കണ്ടീഷൻ ആണ്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ടെമ്പറേച്ചർ ടൈമിന് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയും. അതായത് ടെമ്പറേച്ചർ എത്ര മാറിക്കഴിഞ്ഞാലും ടൈം എത്ര ചേഞ്ച് വന്നാലും ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, സ്റ്റഡി സ്റ്റേറ്റ് സിസ്റ്റം എന്ന്. ഓക്കെ, അപ്പോൾ ആ സ്റ്റഡി സ്റ്റേറ്റിൻ്റെ കേസിൽ എങ്ങനെ നമുക്കൊരു ഹീറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് രണ്ട് രീതിയിലുണ്ട്. അതപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം. അതായത് നമുക്ക് തരുന്ന ഇനീഷ്യൽ കണ്ടീഷൻസിൽ നമ്മൾ ഓൾറെഡി കണ്ടത് എങ്ങനെയായിരുന്നു, നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ. അതായത് ബൗണ്ടറി കണ്ടീഷൻ എപ്പോഴും 0t എന്ന് പറയുന്നത് 0 ആയിട്ടും അതുപോലെ u(Lt) എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇതിനു മുന്നേ പഠിച്ചത്. ഓക്കെ, പക്ഷെ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന 0 കണ്ടീഷൻ മാറിയിട്ട് പകരം ഒരു നോൺ സീറോ വാല്യൂ, കെ എന്ന് പറയുന്ന നോൺ സീറോ, 1 2 3 4 എന്നൊക്കെ പറയുന്ന ഒരു നോൺ സീറോ വാല്യൂ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന സൊല്യൂഷൻസ് കാണുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റിന്റെ കേസിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ടേം ശരിക്കും ആലോചിക്കുക. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുമ്പം സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മളെ ടെമ്പറേച്ചർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്കറിയാം ഫസ്റ്റ് വൺ ഡയമെൻഷൻ ഹീറ്റ് ഇക്വേഷൻ എന്താ, ഡോ യു ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റിന്റെ കണ്ടീഷൻ, അതായത് നിങ്ങളോട് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ചോദിക്കും, ഫൈൻഡ് ദി സ്റ്റഡി സ്റ്റേറ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റഡി സ്റ്റേറ്റ് ബൗണ്ടറി കണ്ടീഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. നമുക്കറിയാം യു ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടി ആണ്. അതായത് ടി മാറിയാലും യുക്ക് എന്ത് സംഭവിക്കില്ല, ചേഞ്ച് വരില്ല. എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്ക്, ഡോ യു ബൈ ഡോ ടിന്റെ വാല്യൂ എന്തായിരിക്കും. അതായത് ടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ യു എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ശരിക്കും ഡോ യു ബൈ ഡോ ടിന്റെ മീനിങ് എന്താ, ടിയിൽ ഉണ്ടാവുന്ന ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യുവിന്റെ ചേഞ്ചിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡോ യു ബൈ ഡോ ടി. അപ്പൊ ടി മാറുന്നതിനനുസരിച്ച് യുക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവോ സ്റ്റഡി സ്റ്റേറ്റിന്റെ കേസിൽ? ഇല്ല. അപ്പൊ ആ കേസിൽ ഡോ യു ബൈ ഡോ ടി എന്നുള്ളത് 0 ആവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും, ഈക്വൽ ടു 0. സി എന്ന് പറയുന്ന വാല്യൂ ഒരിക്കലും 0 ആവില്ല. ദാറ്റ് മീൻസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ 0 ആവണമെങ്കിൽ ഇതിന് ഒരു തവണ ഇന്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ യു എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ആ കിട്ടുന്ന യു ആണ് നമ്മൾ എന്തായിട്ട് ഡിഫൈൻ ചെയ്യുന്ന, സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ജസ്റ്റ് ഇതൊന്ന് നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ കണ്ടീഷൻ മാത്രം ഓർമ്മിക്കുക, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ. സോ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ അല്ലേ, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റിംഗ് ഏത്, വിത്ത് റെസ്പെക്ട് ടു ഏത്, എക്സ് പാർഷ്യലി. അതും കൂടി ഒന്ന് ഓർമ്മിക്കണം, പാർഷ്യലായിട്ടാണ്. സോ പാർഷ്യലി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സംഭവിക്കും, ഈ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് എന്തായിട്ട് മാറും, ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഒരു കോൺസ്റ്റന്റ് കിട്ടും, C1 എന്ന് പറയുന്ന കോൺസ്റ്റന്റ്. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും C1 ഇസ് ഈക്വൽ ടു യു ഇസ് ഈക്വൽ ടു എന്ത് വരും, C1 എക്സ് പ്ലസ് C2. ഇതാണ് സ്റ്റഡി സ്റ്റേറ്റിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ C1ഉം C2ഉം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റഡി സ്റ്റേറ്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. സ്റ്റഡി സ്റ്റേറ്റ് ആവുന്ന സമയത്ത് ഡോ യു ബൈ ഡോ ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള യു എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ക്യൂ ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് C1 എക്സ് പ്ലസ് C2 എന്നുള്ള ഫോമിലേക്ക് മാറും. ക്ലിയർ ആണല്ലോ. അപ്പോൾ അവിടെ C1ഉം C2ഉം കണ്ടുപിടിക്കാനുള്ളതാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇനീഷ്യലായിട്ട് അവരെന്ത് തന്നിട്ടുണ്ടാവും, ടെമ്പറേച്ചേഴ്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ അപ്പോൾ അതിൽ ആദ്യത്തെ കേസാണ്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് മനസ്സിൽ വെക്കുക. നമ്മൾ ഇനി ആദ്യത്തെ കേസ് എടുക്കുന്നു, എ ലോങ് ഇൻസുലേറ്റഡ് റോഡ് വിത്ത് എൻഡ്സ് അറ്റ് നോൺ സീറോ ടെമ്പറേച്ചർ. എൻഡ്സ് എന്തല്ല, ടെമ്പറേച്ചർ നോൺ സീറോ ആണ്. അപ്പോൾ ഇവിടെ നോൺ സീറോ എന്ന് വരുമ്പോൾ രണ്ട് രീതിയിൽ വരും. ഒന്ന് നമ്മൾ എടുക്കുന്ന റോഡ് രണ്ടും ഇപ്പോൾ 120
ഒന്ന് 60 എന്ന രീതിയിൽ തന്നെ തരാം. ഓക്കെ, ഇത് ഫിക്സ് ചെയ്തിട്ട് നമ്മളോട് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ വരുന്ന രണ്ടാമത്തെ ടൈപ്പാണ്, ഇവിടെ ഒന്ന് 20യും ഇവിടെ ഒന്ന് സപ്പോസ് 80 ഉണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ടെമ്പറേച്ചർ സ്റ്റഡി ആവുന്നത് വരെ ജസ്റ്റ് ഞാനിങ്ങനെ തണുക്കാൻ വെക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അപ്പോൾ എന്ത് സ്വാഭാവികമായിട്ടും വെറുതെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഹീറ്റ് കൂടുതലുള്ളിടത്തു നിന്ന് കുറഞ്ഞിടത്തേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഒരു കുറേ ടൈം കഴിഞ്ഞാൽ ഇത് മൊത്തം എന്തായിട്ട് മാറും, ഒരു ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. ആ ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇക്വേഷൻ കൂടി നമുക്കിവിടെ പഠിക്കാനുണ്ട്. അതാണ് ഒരു ടൈപ്പ്. മറ്റേത് ഞാൻ പറഞ്ഞു എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന 20യും 80യും ആക്കിയിട്ട് തന്നെ അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് തന്നെ നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ആ സമയത്തുള്ള ടെമ്പറേച്ചർ ഓരോ പാർട്ടിക്കിളിനും ഇവിടെയുള്ള ഓരോ പൊസിഷനും എത്രത്തോളം ടെമ്പറേച്ചർ ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ കേസിൽ നമ്മൾ ചെയ്യുന്നത് ഒന്ന് ഒരു ലോവർ ടെമ്പറേച്ചറും മറ്റേതൊരു ഹയർ ടെമ്പറേച്ചറും, ദെൻ ഈ പറഞ്ഞിരിക്കുന്ന ഹയർ ടെമ്പറേച്ചറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോവർ ടെമ്പറേച്ചറിലേക്ക് കുറഞ്ഞിട്ട് അത് ഇക്വിലിബ്രിയം പൊസിഷൻ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആ ടൈമിനുള്ളിൽ നമുക്ക് അവിടെ കിട്ടുന്ന ടെമ്പറേച്ചർ എന്താണെന്നുള്ളതാണ് രണ്ടാമത്തെ ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടൈപ്പും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് എ ലോങ് ഇൻസുലേറ്റർ റോഡ് വിത്ത് എൻഡ്സ് അറ്റ് നോൺ സീറോ ടെമ്പറേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു റോഡ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു റോഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് സൈഡും 0 ആണെങ്കിൽ അതിന് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയാം. അതാണെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ രണ്ട് സൈഡും നോൺ സീറോ ടെമ്പറേച്ചർ കെപ്റ്റ് ചെയ്യുന്നു. അതായത് u(0t)യും ഇതിൽ ഏതെങ്കിലും ഒന്ന് നോൺ സീറോ ആയാൽ മതി, അതിനിങ്ങനെ നോൺ സീറോ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയാം. ഒന്നിക്ക് രണ്ടും നോൺ സീറോ ആവാം, അല്ലെങ്കിൽ u(0t) മാത്രം 0, u(LT) നോൺ സീറോ ആവാം, അല്ലെങ്കിൽ u(0t) നോൺ സീറോ, u(LT) 0 ആവാം, അല്ലെങ്കിൽ ബോത്ത് u(0t) ആൻഡ് u(LT) നോട്ട് ഈക്വൽ ടു 0 ആയിട്ട് വരാം കണ്ടീഷൻ. ഓക്കെ, നോക്കാം. അപ്പോൾ ദ ബൗണ്ടറി കണ്ടീഷൻ വിത്ത് 0 and ടെമ്പറേച്ചർ ആർ നോൺ ആസ് ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻ. ഇതുവരെ നമ്മൾ മുന്നേ ചെയ്തിരിക്കുന്ന കേസസ് നമ്മൾ വിളിക്കുന്ന പേരാണത് ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻ. അതായത് ബൗണ്ടറി കണ്ടീഷൻ രണ്ട് എൻഡിലും 0 ആണെങ്കിൽ, രണ്ട് എൻഡ് ടെമ്പറേച്ചറും 0 ആണെങ്കിൽ അത്തരത്തിലുള്ള ബൗണ്ടറി കണ്ടീഷൻസിന് നമ്മൾ എന്ത് വിളിക്കും, ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് വിളിക്കും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ ഹോമോജീനിയസ് ആണ്. ഓക്കെ, നോക്കാം. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ റോഡ് ഓഫ് ലെങ്ത് 25 cm if the ends of the road are kept at 20 degrees Celsius and 70 degrees Celsius. എന്താ പറഞ്ഞിരിക്കുന്നത്, സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. ഏതിൻ്റെ, 25 cm ലെങ്ത് ഉള്ള ഒരു റോഡിൻ്റെ ഒരു എൻഡ് 20 ഡിഗ്രി സെൽഷ്യസും മറ്റേ എൻഡ് 70 ഡിഗ്രി സെൽഷ്യസിലും മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ടെമ്പറേച്ചർ, ആ പറഞ്ഞിരിക്കുന്ന ബൗണ്ടറി കണ്ടീഷനിൽ നമ്മൾ ആ റോഡിന് ഉണ്ടാവുന്ന സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ എത്രയായിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കണം. നമുക്കറിയാം സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക. ഇക്വേഷൻ എന്താ നോക്കാം. ദ വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ∂U/∂T = c² × ∂2U/∂x² ആണ്. അവിടെ ഈ സ്റ്റഡി സ്റ്റേറ്റിൽ ഹീറ്റ് ഫ്ലോ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ∂U/∂T എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് നമ്മുടെ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഈ വാല്യൂ 0 ആയി. സോ c² × ∂2U/∂x² = 0. c² എന്ന് പറഞ്ഞാൽ ഒരു നോൺ സീറോ വാല്യൂ ആണ്. സോ ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആവണം. അതായത് ∂2U/∂x² = 0. ഇതാണ് ഞാൻ നേരത്തെ എന്തായിട്ട് ചെയ്തത്, 2 തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ ആണ് എന്ത്, c1 + c2x. ഇതാണ് സ്റ്റഡി സ്റ്റേറ്റിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. ക്ലിയർ ആണല്ലോ. സോ അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന റോഡ് നോക്കാം. റോഡ് ഇങ്ങനെയുള്ളത്, നമ്മൾ എന്ത് ചെയ്യുന്ന ആ റോഡിന് നമ്മുടെ ഇനീഷ്യൽ 0 ലെങ്ത്, 0 റിയൽ ആക്സിസിൽ 0 വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ലെങ്ത് എത്ര കിട്ടും, 25. അപ്പോൾ 25 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ടാവും. ഇനി നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ, ഇവിടെ ഇപ്പോൾ അവർ തന്നിരിക്കുന്ന ബൗണ്ടറി കണ്ടീഷൻ എന്താ, u(0t) = അതായത് ടെമ്പറേച്ചർ അറ്റ് പൊസിഷൻ. നമ്മൾ ജനറലായിട്ട് നമ്മുടെ ടെമ്പറേച്ചറിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, u(xt) ആണ്. ഇവിടെ x എന്ന് പറയുന്നത് ഫസ്റ്റത്തെ കേസിൽ 0, അപ്പോൾ അവിടെ u(0t) എന്ന് പറയുന്നത് 20 ആണ്. അതുപോലെ u(LT) അതായത് ഫൈനൽ അതിൻ്റെ എൻഡ് എവിടെയാണോ അവിടെയാണ് നമ്മൾ u(L) എന്ന് പറയാം. അവിടെ ഈ കേസിൽ L എത്രയാണ്, 25. സോ u(25t) = 70. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ഇപ്പം u(x) = c1 + c2x അല്ലേ.
അപ്പോൾ ഇവിടെ നിങ്ങൾ യു ഓഫ് 0 കൊടുത്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? അതായത് എക്സിന് ഇവിടെ ഞാൻ 0 കൊടുക്കുന്ന സമയത്ത്, സോറി ഇവിടെയല്ല, ഇക്വേഷൻ 2ൽ ഞാൻ x ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. എന്താ കിട്ടുക? ഓക്കെ, അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻസ് ഇൻ ഇക്വേഷൻ 2, അതായത് ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് ബൗണ്ടറി കണ്ടീഷനും ഞാൻ ഇവിടത്തേക്ക് എന്ത് ചെയ്യുന്നു? കണ്ടുപിടിക്കുന്നു. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ കാണാമെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. C1 C2ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇത്ര മാത്രം മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ മാത്രം ചോദിക്കുകയാണെങ്കിൽ C1ഉം C2ഉം തന്നിരിക്കുന്ന ബൗണ്ടറി കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് ജസ്റ്റ് x ഈക്വൽ ടു 0 കൊടുക്കാം. അപ്പോൾ x ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? u ഓഫ് എന്താവും? എക്സിന് പകരം 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, യു ഓഫ് 0 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എക്സ് ടി ആണ്. ടി മാറുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ യു ഓഫ് 0t എന്ന് എഴുതാമല്ലോ, കാരണം യു എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ അറ്റ് 0 ഫോർ എനി ടി സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിലും അവിടെ മീനിങ് എന്ത് തന്നെയാണ്? ടി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ യു ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് നമുക്ക് ടി എന്ന് പറയുന്നത് എന്ത് ചെയ്യാം? അവിടെ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, കാരണം ഇവിടെ സ്റ്റഡി സ്റ്റേറ്റ് ആണ്. അപ്പോൾ ടിക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ യു ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്? യു ഓഫ് 0 ടിക്ക് തുല്യമാണ്, കാരണം ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് സോ അവിടെ ആ പറഞ്ഞിരിക്കുന്ന ആൻസർ നമുക്ക് എന്തായാലും കൊടുക്കാം? 20 ആയിട്ട് കൊടുക്കാം. അതായത് എക്സ് 0 ആകുമ്പം ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൻ്റെ വാല്യൂ എത്ര വരും? 20 ആയിട്ട് മാറും. സോ എക്സ് ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും? C1 പ്ലസ് C2 ഇൻറ്റു എക്സ് അല്ലേ? അപ്പോൾ C2 ഇൻറ്റു 0 ദാറ്റ് ഇസ് ഈക്വൽ ടു 20. ഇതിൽ നമുക്ക് C1 ഈക്വൽ ടു എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. ദെൻ അടുത്തത് യു ഓഫ് നമ്മൾ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ യു ഓഫ് 25, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? യു ഓഫ് എക്സ് ഈക്വൽ ടു 25 കൊടുക്കുന്നു. അപ്പോൾ എക്സ് ഈക്വൽ ടു 25 കൊടുക്കുന്ന സമയത്ത് അത് എന്ത് തന്നെയാണ് ശരിക്കും? യു ഓഫ് 25t ആണ്, കാരണം ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ടി കൊടുത്താലും ഇല്ലെങ്കിലും സെയിം ആണ്. സോ അവിടെ കൊടുക്കുന്ന സമയത്ത് C1 പ്ലസ് C2 എക്സ് ആണ്, എക്സിന് പകരം 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 70. C1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 20, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ C2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 25 C2 ഈസ് ഈക്വൽ ടു 70 മൈനസ് 20 ദാറ്റ് ഈസ് 15 കിട്ടും. Therefore C2 is equal to 50/20 that is 2. അപ്പോൾ C1 കിട്ടി, C2 കിട്ടി. Therefore the steady state temperature distribution, അതായത് യു ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് ഏത് ഫോമിലേക്ക് മാറും? സ്റ്റഡി സ്റ്റേറ്റിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ ആൻസർ ഏത് രൂപത്തിലേക്ക് വരും? യു ഓഫ് എക്സ് ടി ഈക്വൽ ടു 20 പ്ലസ് 2x ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്തൊരു ടൈപ്പാണ് നമ്മൾ ഇനി ഓൾറെഡി ഞാൻ പറഞ്ഞു, രണ്ട് സൈഡും നോൺ സീറോ ആയിട്ട് വരുന്ന റോഡിൻ്റെ കേസിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്ന് സ്റ്റഡി സ്റ്റേറ്റിൻ്റെ നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് ഇതിലും നമുക്ക് സാധാരണ രീതിയിൽ ഒരു ഹീറ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടാവും? ആ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്തൊക്കെ തരും? നമുക്ക് ഒരു യു ഓഫ് 0t ഇനീഷ്യൽ ബൗണ്ടറി കണ്ടീഷൻസ്, യു ഓഫ് LT എന്ന് പറയുന്ന രണ്ട് ബൗണ്ടറി കണ്ടീഷൻ തരും. ഒരു ഇനീഷ്യൽ കണ്ടീഷനും വേണം അല്ലേ? യു ഓഫ് x0 എന്ന് പറയുന്ന വാല്യൂവും വേണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. യു ഓഫ് 0t എന്ന് പറയുന്ന കണ്ടീഷൻ തരും, അതുപോലെ യു ഓഫ് LT എന്ന് പറയുന്ന കണ്ടീഷൻ തരും. ഇതിൽ ചില കേസസിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന യു ഓഫ് x0 തരൂല. പകരം അവർ ഈ നേരത്തെ നമ്മൾ കണ്ട സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കണ്ടീഷൻ അവിടെ കൊടുക്കും. അതായത് നമുക്ക് ഒരു ടെമ്പറേച്ചർ തരും, രണ്ട് സൈഡും ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ, സപ്പോസ് 70 ഫോമിൽ അവിടെ ഫിക്സ് ചെയ്തെന്ന് വിചാരിക്കുക. അതിനുശേഷം അവരൊരു കണ്ടീഷൻ പറയും, ഇത് സ്റ്റഡി സ്റ്റേറ്റ് പ്രിവെയിൽ ചെയ്യുന്നത് വരെ ഈ റോഡിനെ ഞാൻ ഇങ്ങനെ തന്നെ വെക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെയുള്ള ടെമ്പറേച്ചർ, ഇനീഷ്യൽ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ എന്തായിട്ട് മാറും? നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ആയിട്ട് മാറും. ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അവിടെ നിങ്ങൾക്ക് എന്ത് തരൂല? ഡയറക്റ്റ് ആയിട്ട് യു ഓഫ് x0 തരൂല. അപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. 4 ഡിഗ്രി സെൽഷ്യസിൻ്റെ കണ്ടീഷൻസ് തരുന്നതാണെങ്കിൽ, അതായത് ബൗണ്ടറി കണ്ടീഷൻ ആദ്യം 2 സെറ്റായിട്ടും പിന്നെ ആ 2 ചേഞ്ചസ് ടു അനദർ സെറ്റ് ഓഫ് ഡാറ്റ, അനദർ സെറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് തരികയാണെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന രീതിയിലാണ്. അവിടുത്തെ ഇനീഷ്യൽ കണ്ടീഷൻ അവരെന്ത് ചെയ്യില്ല? തരൂല. ഇനീഷ്യൽ കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത് യു ഓഫ് x0 അവരെന്ത് ചെയ്യൂല? അവിടെ തന്നിട്ടുണ്ടാവില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് കണ്ടീഷൻ യൂസ് ചെയ്യും? സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ യൂസ് ചെയ്യും. അത്രമാത്രം മനസ്സിലാക്കുക. അപ്പോൾ അവിടെ നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. അവിടെ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പ്രോബ്ലം വരുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. യു ഓഫ് എക്സ് ടി ഈക്വൽ ടു യു എസ് ഓഫ് എക്സ്
പ്ലസ് യു ടി ഓഫ് എക്സ് ടി എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതിൻ്റെ ഡെറിവേഷനൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് സിലബസിലൊന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഒന്നാമത് മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലെങ്തി ആയിട്ട് വരുന്നൊരു മൊഡ്യൂളാണ്. അപ്പോൾ അതിൽ ഇതും കൂടി നിങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട. നമ്മളിതിൻ്റെ ഡെറിവേഷൻ ജസ്റ്റ് അതേപോലെ സ്കിപ്പ് ചെയ്യാം. നമുക്ക് ഫൈനൽ ആൻസർ മാത്രം ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ യു ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ എവിടെ എപ്പോഴാണ് രണ്ട് എൻഡും എന്താണ് ആർ നോൺ സീറോ വരുന്ന കേസിൽ യു ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു യു എസ് ഓഫ് എക്സ് പ്ലസ് യു ടി ഓഫ് എക്സ് ടി. ഇതിൽ ആദ്യത്തിൽ എന്തില്ല, സ്വാഭാവികമായിട്ടും ടി ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് എന്ത് പറയാം, യു എസ് ഓഫ് എക്സ് ഇസ് ദി സ്റ്റഡി സ്റ്റേറ്റ് സൊല്യൂഷൻ ഓർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടെമ്പറേച്ചർ വിത്ത് ബൗണ്ടറി കണ്ടീഷൻ ഏത് യു ഓഫ് 0 = 0 ആൻഡ് യു ഓഫ് എൽ = 0. തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ച സ്റ്റഡി സ്റ്റേറ്റ്. അതിനുവേണ്ടി എന്താ യൂസ് ചെയ്ത്, ശരിക്കും ഈ പറഞ്ഞിരിക്കുന്ന C1 C2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തത് എന്ത് തന്നെയാണ്, അവർ തന്നിരിക്കുന്ന ബൗണ്ടറി കണ്ടീഷൻ തന്നെയല്ലേ. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകം അത് പറയാൻ കാരണം. അതായത് വിത്ത് ദി ബൗണ്ടറി കണ്ടീഷൻ യു ഓഫ് 0 = 0 ആൻഡ് യു ഓഫ് എൽ = 0. യു ഓഫ് ഇനി അവിടെ ഒന്നും കൂടി വരുന്നുണ്ട്, യു ടി ഓഫ് എക്സ് ടി. ആ യു ടി ഓഫ് എക്സ് ടീനെയാണ് നമ്മൾ ട്രാൻഷ്യൻറ്റ് പാർട്ട് ഓഫ് സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ യു ടി ഓഫ് എക്സ് ടി കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമുക്ക് പ്രോബ്ലം വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അത് ഓരോ പ്രോബ്ലത്തിനനുസരിച്ച് നമ്മൾ മാറ്റി എടുക്കണം. യു എസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജനറൽ ആണ്. ഏതാണ് C1 + C2x യു എസ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ദ ends of A and B of a road 20 cm long have the temperature at 30 degrees Celsius and at 80 degrees Celsius until steady state condition prevail. The temperature of the ends are changed to 40 degree and 60 degree respectively. Find the temperature distribution in the road at any time t. Okay, എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്, ഒരു റോഡ് ഉണ്ട്, എ എന്ന് പറയുന്ന റോഡും ബി എന്ന് പറയുന്ന എ ബി എന്ന് പറയുന്ന ഒരു റോഡ് ഉണ്ട്. അതിൻ്റെ ലെങ്ത് എത്രയാ, 20 cm ലെങ്ത്. ദെൻ ആ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാ, ഒരു സൈഡ് 30 ഡിഗ്രി, ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക, 30 ഡിഗ്രി, ഒരു സൈഡ് 30 ഡിഗ്രി സെൽഷ്യസ് ആവുന്നത് വരെ ചൂടാക്കുന്നു, മറ്റേ സൈഡ് 80 ഡിഗ്രി സെൽഷ്യസ് ആവുന്നത് വരെ ചൂടാക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിനെ അവിടെ ഞാനിങ്ങനെ വെക്കുന്നു. ഇനി അത് സ്റ്റഡി സ്റ്റേറ്റ് ആവുന്നത് വരെ ഞാൻ അവിടെ ആ റോഡിന് അവിടെ വെച്ചു. എൻ്റെ പ്രോസസ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് എന്ത് ചെയ്യും, 80 30ലേക്ക് ഹീറ്റ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതെന്താവും, ഇനീഷ്യലി ഇതിനെല്ലാം ഒരേ വാല്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വരെ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഹീറ്റ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനം ഒരു പർട്ടിക്കുലർ കേസിൽ ഇത് രണ്ടും എന്താവും, സെയിം ആവും. അത് എപ്പോഴാണ് എങ്ങനെയാണ് സെയിം ആവുകയെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ആ സെയിം ആവുന്നത് ഒരു ഇക്വേഷൻ്റെ ഫോമിലായിരിക്കും എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് ഇനീഷ്യൽ ആയിട്ട് വരുന്ന കണ്ടീഷൻ. അതിനുശേഷം ശ്രദ്ധിക്കുക എന്താ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ പറഞ്ഞിരിക്കുന്ന സംഭവം സ്റ്റഡി സ്റ്റേറ്റ് പ്രിവെയിൽ ചെയ്യുന്നവർ ഇങ്ങനെ വെക്കുന്നു. അപ്പോൾ ഇത് 30 തന്നെയാണ്, ഇത് 80 ആണ്, ഇതിൻ്റെ ഉള്ളിലാണ് ടെമ്പറേച്ചർ ഡിഫറൻസ് വരിക. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താ, ഈ എൻസിലെ ടെമ്പറേച്ചർ 30നെ ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടി ഞാൻ ചൂടാക്കി. ഇത് സ്റ്റഡി സ്റ്റേറ്റ് പ്രിവെയിൽ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഞാൻ ചൂടാക്കി. എപ്പുറത്തേക്ക്, 40 ഡിഗ്രി സെൽഷ്യസ് ആവുന്നത് വരെ. രണ്ടാമത്തെ ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ചൊന്ന് തണുപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ആ സൈഡ് ജസ്റ്റ് ഏതെങ്കിലും ഒരു രീതിയിൽ അത് നമ്മൾ വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ഇതിന് അടുത്ത ഹീറ്റ് കുറച്ച് കുറക്കുന്നതെന്ന് വിചാരിക്കാം. ടെമ്പറേച്ചർ നമ്മൾ സാധാ പ്രാക്ടിക്കൽ കേസിൽ ടെമ്പറേച്ചർ കുറക്കാനുള്ള മെത്തേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കുക എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അതല്ല പ്രാക്ടിക്കലി നടക്കുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നു. ഓക്കെ, അപ്പോൾ 80 ഡിഗ്രി സെൽഷ്യസിന് എന്തിലേക്ക് മാറ്റുന്നു, 60 ഡിഗ്രി സെൽഷ്യസിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മുടെ ടെമ്പറേച്ചർ എവിടെയുള്ളത്, ഒരു എൻഡിൽ 40 ഡിഗ്രിയും മറ്റേ എൻഡ് എത്രയാണ്, 60 ഡിഗ്രിയാണ്. ഓക്കെ, സോ ഇനി ഇങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 40 60ലേക്ക് മാറ്റുന്ന സമയത്ത് ആ റോഡിന് ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ടു ഫൈൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇനീഷ്യൽ കണ്ടീഷൻ കണ്ടുപിടിക്കണം. ഇത് നമുക്കൊന്നും, ഇവിടെ ഇപ്പോൾ 4 കണ്ടീഷൻ ഉണ്ട്. നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് വേണം, അതുപോലെ ഒരു ബൗണ്ടറി കണ്ടീഷൻ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ല. ഇനി ഇനീഷ്യൽ കണ്ടീഷൻ കൂടി നമുക്ക് എന്ത് ചെയ്താൽ മതി, കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ആ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നുണ്ട് യു ഓഫ് x0. ഓക്കെ, അപ്പോൾ യു ഓഫ് x0 നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം, അതായത് t = 0 എന്ന് പറഞ്ഞ ടൈമിൽ എന്താണോ ആ റോഡിലെ ടെമ്പറേച്ചർ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇനീഷ്യൽ ടെമ്പറേച്ചർ. ഇവിടെ ഇനീഷ്യൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും എപ്പോഴാണ്, 40 ഡിഗ്രി 60 ഡിഗ്രിയിലേക്ക് ചേഞ്ച് ചെയ്യുമ്പം മാത്രമാണ് നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് തൊട്ട് മുന്നേ
ആ ടെമ്പറേച്ചറിന് കിട്ടിയ വാല്യൂ അല്ലെങ്കിൽ ആ റോഡിന് കിട്ടുന്ന ടെമ്പറേച്ചർ ഏത് ബേസിലാണ്? സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഓൾറെഡി നമ്മൾ എടുത്തിരിക്കുന്ന റോഡിന്റെ രണ്ട് എൻഡിലുള്ള ടെമ്പറേച്ചർ 30-80 ആണ്. അത് സ്റ്റഡി സ്റ്റേറ്റ് ആവുന്നത് വരെ ഞാൻ എന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് കുറച്ച് ടൈം കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ടെമ്പറേച്ചർ ആ റോഡിൽ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് സ്റ്റഡി സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ റോഡിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റഡി സ്റ്റേറ്റ് പ്രകാരം എല്ലാ സ്ഥലത്തും ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ u(x0) എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും നമ്മളെ സ്റ്റഡി സ്റ്റേറ്റിലുള്ള അതിൻ്റെ ടെമ്പറേച്ചറാണ്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ തൊട്ട് മുന്നേയുള്ള പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞു. അത് പ്രകാരം നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. കൺസിഡർ ദ വൺ ഡയമെൻഷണൽ ഇക്വേഷൻ. ഹീറ്റ് ഇക്വേഷൻ നമുക്കറിയാം, ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു c സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ടു ഫൈൻഡ് ദ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ദ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ നമുക്കറിയാം എന്താണ്? സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ ഡോ യു ബൈ ഡോ ടി 0 ആണ്. ഡോ യു ബൈ ഡോ ടി 0 ആകുമ്പം ഇത് 0 ആവും. സോ ഈ പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് 0 ആവും. സോ നമ്മുടെ ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് u(x) = c1 + c2x. ഇനി നമ്മൾ തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നു. സോറി, ഇനീഷ്യൽ കണ്ടീഷൻ അല്ല, ബൗണ്ടറി കണ്ടീഷൻ. രണ്ട് ബൗണ്ടറി കണ്ടീഷനാണ് തുടക്കത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഏതൊക്കെയാ? ഇത് നമ്മൾ എന്തിനു മാത്രം ഉപയോഗിക്കുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻ ആണ്. ഓർമ്മിക്കണം, പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ടെമ്പറേച്ചർ എങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട്? 40ലേക്കും ഇത് എങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട്? 60ലേക്കും മാറ്റുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഒറിജിനൽ ബൗണ്ടറി കണ്ടീഷനും കൂടി മനസ്സിലാക്കുക. സോ u(0t) കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താവും? x = 0 ഇവിടെ കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വാല്യൂ 0 ആവും. c1 = നമുക്ക് എത്ര കിട്ടും? 30 കിട്ടും. അത് നോക്കാം. c1 + c2 × 0 ആണ് 0. ദാറ്റ് ഈസ് = 30. t1 = 30 കിട്ടും. അതുപോലെ രണ്ടാമത്തെ വാല്യൂ എത്രയാണ്? 20 ആണ് ഇതിൻ്റെ മീറ്റർ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം അടുത്ത എൻഡ് എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ എൻ്റെ എവിടെയായിരിക്കും? 20 അറ്റ് എനി ടൈം. ടി എന്ന് പറഞ്ഞാൽ ബൗണ്ടറി കണ്ടീഷൻ. അവിടെ u(20t) എന്ന് പറഞ്ഞാൽ 80 ആണ്. അവിടെ x = എന്ത് കൊടുക്കുക? ഈ ഇക്വേഷനിൽ x = നമ്മുടെ 20 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക. 20 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പോൾ ഇത് എന്തായിട്ട് മാറും? ഇത് 80 ആയിട്ട് മാറും. ഇവിടുത്തെ എക്സിന് പകരം 20 കൊടുക്കുക. സോ c1 + c2 × 20 ദാറ്റ്സ് = 80. ഇനി c1ൻ്റെ വാല്യൂ തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 30. ആ വാല്യൂ കൊടുക്കുക. അപ്പോൾ 30 + c2 = 80, വിച്ച് ഇംപ്ലൈസ് 20c2 = നമുക്ക് എന്ത് വരും? 80 - 30. 80 - 30 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വരും? 15 വരും. സോ c2 = 50/20 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5/2. അപ്പോൾ നമ്മുടെ ഈ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ u(x0), അതായത് u(x) വാല്യൂ എത്ര കിട്ടി? 30 + 5/2x. ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ പുതിയ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? പുതിയ ബൗണ്ടറി കണ്ടീഷൻ അതായത് നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഒറിജിനൽ കണ്ടീഷൻ. u(0t) = 40 ആണ്. u(20t) = 60 ആണ്. ഒരു എൻഡ് 40 ഡിഗ്രിയിലേക്കും മറ്റേ എൻഡ് 60 ഡിഗ്രിയിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു. മറ്റേത് എ എന്ന് പറഞ്ഞത് 40 ഡിഗ്രിയിലേക്ക് ഇൻക്രീസ് ചെയ്യിക്കുന്നു, മറ്റേത് 80 നിന്ന് 60ലേക്ക് ഡിക്രീസ് ചെയ്യിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ. ഇനി ഈ പറഞ്ഞിരിക്കുന്ന നോൺ ഹോമോജീനിയസ് ആയിട്ട് വരുന്ന ബൗണ്ടറി കണ്ടീഷൻ്റെ കേസിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? u(x)t = us(x) + ut(xt). ഓൾറെഡി നമ്മൾ ഇവിടെ കണ്ടു. ഇതാണ് നമ്മുടെ നോൺ ഹോമോജീനിയസിൻ്റെ കേസിൽ, അതായത് എൻഡ് നോൺ സീറോ വരുന്ന കേസിലുള്ള ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് കിട്ടിയ എന്ത് മാത്രമാണ്? സ്റ്റഡി സ്റ്റേറ്റ് ഉപയോഗിച്ചിട്ട് ഇനീഷ്യൽ ടെമ്പറേച്ചർ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് എന്ത് കിട്ടണം? ആ പറഞ്ഞിരിക്കുന്ന 40-80ലേക്ക് വരുന്ന സമയത്തുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. അതിലേക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് u(x)t = us(x) + ut(xt). ഓക്കെ, where us(x) is the solution of equation 1 involving x only and satisfying new boundary condition. ut(xt) is the transient solution, that is solution which decreases with increases of time. അതായത് ഒന്ന് സ്റ്റഡി സ്റ്റേറ്റ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മറ്റേത് ട്രാൻഷ്യന്റ് സൊല്യൂഷൻ എന്ന് പറയും. ട്രാൻഷ്യന്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഇൻക്രീസ് ചെയ്യുന്നതിന് കണക്കായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ടെമ്പറേച്ചർ വാല്യൂ കുറഞ്ഞിരിക്കും. ആ രീതിയിലുള്ള സൊല്യൂഷനെ നമ്മൾ എന്ത് വിളിക്കുക? നമ്മുടെ ട്രാൻഷ്യന്റ് സൊല്യൂഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ us(x)ഉം
അതുപോലെ യു ടി ഓഫ് എക്സും രണ്ടും എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ യു എസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ യു ഓഫ് എക്സ് ടിയിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, സ്റ്റഡി സ്റ്റേറ്റ് വെച്ചിട്ട് യു ഓഫ് എക്സ് സീറോ എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിച്ചു. അതേ സ്റ്റഡി സ്റ്റേറ്റ് അതുപോലെ നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന യു എസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, മറ്റൊരു സ്റ്റഡി സ്റ്റേറ്റ് ആണ്. എങ്ങനെയുള്ള സ്റ്റഡി സ്റ്റേറ്റ്, ഈ പറഞ്ഞിരിക്കുന്ന ചേഞ്ച് വരുത്തിയതിന് ശേഷം വീണ്ടും അവിടെ ഞാൻ എന്താ ചെയ്യുന്നത്, രണ്ട് സൈഡ് ഇപ്പം ഞാൻ ചേഞ്ച് ഇപ്പം 40ലേക്കും 60ലേക്കും മാറ്റി വെച്ചു എന്ന് വിചാരിക്കുക. പിന്നെ ആ റോഡ് അവിടെ വെറുതെ ഇരിക്കോ? ഇല്ല, റോഡ് എന്ത് ചെയ്യും, ഹീറ്റ് കൂടുതലുള്ളിടത്തു നിന്ന് ഹീറ്റ് കുറഞ്ഞിടത്തേക്ക് വീണ്ടും എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. നേരത്തെ നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ രണ്ടെണ്ണത്തിന് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഇതേപോലെ സ്റ്റഡി സ്റ്റേറ്റിലേക്ക് ആവുന്നത് വരെ വെച്ചതിന് ശേഷം ടെമ്പറേച്ചർ ഒന്ന് മാറ്റി കൊടുത്തു. അപ്പോൾ വീണ്ടും അവിടെ എന്ത് ചെയ്യും, ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ആ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടും സംഭവിക്കുന്നത് എന്ത് തന്നെയാണ്, മറ്റൊരു സ്റ്റഡി സ്റ്റേറ്റ് ആണ്. അതാണ് നമ്മൾ യു എസ് ഓഫ് എക്സ് എന്ന് പറയുന്ന ടെമ്പറേച്ചറായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ യു എസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതെന്താണ്, നമ്മളെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത സൊല്യൂഷനാണ്. അതായത് C1 + C2 എക്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ C3 + C4 എക്സ് എന്ന് കൊടുക്കാം, കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ. ഓക്കെ, ആ യു എസ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് യു ഓഫ് എക്സ് സീറോ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ച എന്തായിരുന്നു, ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷനാണ്. ഇവിടെ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എടുക്കുന്നത് പുതിയ ബൗണ്ടറി കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ പുതിയ ബൗണ്ടറി കണ്ടീഷൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ബൗണ്ടറി കണ്ടീഷൻ എന്താ, നമ്മുടെ പുതിയ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ പുതിയ ബൗണ്ടറി കണ്ടീഷൻ യു ഓഫ് 0 = 40, യു ഓഫ് 20 = 60. അത് ഉപയോഗിച്ചിട്ട് വരുന്ന സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം, അത് അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ x = ആദ്യം 0 കൊടുക്കുക. അപ്പം എന്ത് കിട്ടും നമുക്ക്, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 40, ദാറ്റ് ഈസ് C1 = 40 എന്ന് കിട്ടും. അതായത് 40 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 40 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 40 കൊടുക്കുക. അതായത് x = നമ്മൾ എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. 0 കൊടുക്കുമ്പം യു എസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 40 ആവും. ഇവിടെ ഈ വാല്യൂ എന്താകും, 0 ആവും. അപ്പോൾ C1ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, C1 + C2 × 0, അതായത് C1 = 40 എന്ന് കിട്ടും. ഇനി അടുത്തത് എന്ത് ചെയ്യുക, x = 20 കൊടുക്കുക. അപ്പോൾ x = 20 കൊടുത്താൽ യു ഓഫ് 20t = 60 ആണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ യു എസ് ഓഫ് എക്സ് അപ്ലൈ ചെയ്യുന്നു, യു എസ് ഓഫ് എക്സിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പം x = എന്ത് കൊടുക്കുക, 20 എന്ന് കൊടുക്കുക. x = 20 എന്ന് കൊടുത്താൽ C1 + C2 × 20 = 60 വരും. ദാറ്റ് ഈസ് C1ൻ്റെ വാല്യൂ 40 എന്ന് കിട്ടിയിട്ടുണ്ട്. 20C2 = 60. ദാറ്റ് ഈസ് 20C2 = 60 - 40, ദാറ്റ് ഈസ് = 20. Then C2 = 20/20, that is = 1. So നമുക്ക് എന്ത് കിട്ടി, യു എസ് ഓഫ് എക്സ് C1 + C2 ആണ്. C1ൻ്റെ വാല്യൂ 40, C2ൻ്റെ വാല്യൂ 1, C1 + C2 എക്സ്. സോ 40 + 1 × x, that is 40 + x. അപ്പോൾ എന്ത് കിട്ടി, യു എസ് ഓഫ് എക്സ് കിട്ടി. ഇനി നമ്മൾ എന്തും കൂടി കണ്ടുപിടിച്ചാൽ മതി, ട്രാൻഷ്യൻറ്റ് സൊല്യൂഷനും കൂടി കണ്ടുപിടിച്ചാൽ മതി, ട്രാൻഷ്യൻറ്റ് സൊല്യൂഷൻ. ഓക്കെ, അതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്, UTR or UT or UTR of XT. അപ്പോൾ ട്രാൻഷ്യൻറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, നമുക്ക് ഓൾറെഡി യു ഓഫ് എക്സ് ടി എന്ന് പറയുന്നതിൽ യു ഓഫ് എക്സ് സീറോ നമുക്കറിയാം. അതുപോലെ സ്റ്റഡി സ്റ്റേറ്റും കൂടി കണ്ടുപിടിച്ചു. ആ രണ്ട് വാല്യൂ ഉപയോഗിച്ചിട്ട് നമ്മളിനി ട്രാൻഷ്യൻ സ്റ്റേറ്റിലുള്ള സൊല്യൂഷൻസ് കാണാൻ പോവാണ്. ഓക്കെ, ഈ ട്രാൻഷ്യൻ സൊല്യൂഷനാണ് ശരിക്കും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യു ഓഫ് എക്സ് സീറോ കണ്ടുപിടിച്ചതും യു എസ് ഓഫ് എക്സ് കണ്ടുപിടിച്ചതും. ഇനി ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ യു എന്ന് പറയുന്ന വേരിയബിളിന് ഞാൻ പുതിയൊരു വേരിയബിൾ യു ട്രാൻഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റേസിലേക്ക് വന്നു. അതായത് സമയം കൂടുന്നതിനനുസരിച്ചിട്ട് കുറയുന്ന സൊല്യൂഷനെയാണ് ട്രാൻഷ്യൻ്റ് സൊല്യൂഷൻ എന്ന് പറയാം. നമുക്കറിയാം പ്രാക്ടിക്കൽ കേസുകളിൽ നമ്മുടെ സൊല്യൂഷനൊക്കെ ഏത് ടൈപ്പ് സൊല്യൂഷൻ ആയിരിക്കും, ട്രാൻഷ്യൻ്റ് സൊല്യൂഷനാണ്. കാരണം ചൂടാക്കി വെച്ചൊരു സംഭവത്തിന് പിന്നെ ചൂടാക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുന്ന പ്രോസസ്സ് എന്താ, ചൂട് കുറഞ്ഞു വരും അല്ലേ. അതായത് ടൈം കൂടുന്നതിനനുസരിച്ച് ചൂട് കുറഞ്ഞു വരും. ആ സൊല്യൂഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എയിം എന്ന് പറയുന്നത് എന്താ, യു ട്രാൻഷ്യൻ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ചത്. ഇനി അതെങ്ങനെ യു ടി ഓഫ് എക്സ് ടി കണ്ടുപിടിക്കാമെന്ന് മനസ്സിലാക്കാം. നമ്മൾ യു ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റിൽ, അതായത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത സൊല്യൂഷൻ പ്ലസ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സൊല്യൂഷൻ ആയിരിക്കും ജനറൽ ആയിട്ട് സ്റ്റഡി സ്റ്റേറ്റിൽ ജനറൽ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് യു ട്രാൻഷ്യൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ ആലോചിച്ച് നോക്കുക. ഇവിടെ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, യു ഓഫ് എക്സ് ടി = യു എസ് ഓഫ് എക്സ് പ്ലസ് യു ടി ഓഫ് എക്സ് ടി.
ഇവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് അറിയുന്നതാണ് ഇനീഷ്യൽ കേസൊക്കെ എന്ന് വെച്ചാൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന യു ഓഫ് എക്സ് ടി ഒക്കെ. ഓക്കെ, അപ്പോൾ അവിടെ ഈ വാല്യൂ നമുക്കറിയാം, അതുപോലെ ഇതും അറിയാം. അത് രണ്ടും അറിയെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞിരിക്കുന്ന യു ഓഫ് എക്സ് ടിന്ന് യു എസ് ഓഫ് എക്സ് മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ ആ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ അങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്യാം. യു ട്രാൻഷ്യൻ്റ് സൊല്യൂഷൻ ഈക്വൽ ടു യു ഓഫ് എക്സ് ടി മൈനസ് യു എസ് ഓഫ് എക്സ് ആണ്. ഓക്കെ, അതാണ് യു ടി ഓഫ് എക്സ് ടി ഈക്വൽ ടു യു ഓഫ് എക്സ് ടി മൈനസ് യു എസ് ഓഫ് എക്സ്. സോ യു ടി ഓഫ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി ഇതിൻ്റെ ഈ യു ടിയിലേക്ക് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ യുവിൻ്റെ വേരിയബിൾ മാറ്റി. അവിടെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ എനിക്ക് 3 കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ്? യു ടി ഓഫ് 0t, അതുപോലെ യു ടി ഓഫ് എൽ ടി, ദെൻ മൂന്നാമത്തത് യു ടി ഓഫ് എക്സ് 0. 3 കണ്ടീഷൻസും ഈ പറഞ്ഞിരിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആ സിഗ്മ എന്ന് പറഞ്ഞുള്ള ഫോമിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫോറിയറിൻ്റെ ഫോമിലേക്ക് കണ്ടുപിടിക്കാം, ഫോറിയർ സീരീസ് സൊല്യൂഷനിലേക്ക് കണ്ടുപിടിക്കാം. അവിടെ നിന്ന് അതിൻ്റെ എ എൻ ബി എൻ വാല്യൂസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് യു ടി ഓഫ് 0t എന്ന് പറയുന്ന യു ടി ഓഫ് എൽ ടി എന്ന് പറയുന്ന 2 ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. അത് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എക്സ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? 0 കൊടുക്കുക. അപ്പോൾ എക്സ് 0 കൊടുക്കുമ്പോൾ യു ടി ഓഫ് എക്സ് ടിക്ക് പകരം യു ടി ഓഫ് 0t ഈക്വൽ ടു യു ഓഫ് 0t മൈനസ് യു എസ് ഓഫ് എക്സ് ഈക്വൽ ടു 0 കൊടുക്കുന്നതുകൊണ്ട് യു എസ് എസ് 0. സോ എന്തായിട്ട് മാറും? എന്നാലോചിച്ച് നോക്കിയേ. യു ഓഫ് 0t എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ ഇതിൽ ഉള്ളത് എത്രയായിരുന്നു? 30 ആയിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്തു? പുതിയ ബൗണ്ടറി കണ്ടീഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ പുതിയ ബൗണ്ടറി കണ്ടീഷനാണ് എന്ത്? നമ്മുടെ യു ഓഫ് 0t. ആ വാല്യൂ കൊടുക്കുക 40 മൈനസ് യു എസ് ഓഫ് 0. യു എസ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എസ് ഓഫ് എക്സ് 40 പ്ലസ് എക്സ് ആണ്. അവിടെ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 14 കിട്ടും. അപ്പോൾ അത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 40 മൈനസ് 40 0. ഇനി അടുത്തത് യു ഓഫ് എൽ ടി. ഇവിടെ എല്ലിൻ്റെ വാല്യൂ എത്ര? 20 ആണ്. സോ യു ടി ഓഫ് 20t ഈക്വൽ ടു യു ഓഫ് 20t മൈനസ് യു എസ് ഓഫ് 20. യു ഓഫ് 20t എന്ന് പറഞ്ഞാൽ എന്താ? യു ഓഫ് 20t എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. എന്ത് ചെയ്യുന്നു? നമ്മൾ ആ 80ലുള്ളത് എടുത്തേക്ക് മാറ്റുന്നുണ്ട്, 60ലേക്ക് മാറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ആ 60ലേക്ക് മാറ്റാം. സോ എന്തായി? നമ്മുടെ യു ഓഫ് 20t മൈനസ് യു എസ് ഓഫ് 60. സോ യു എസ് ഓഫ് 20, അതായത് ഈ വാല്യൂ 60 ആണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ 20 കൊടുക്കുക. 20 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 60 കിട്ടും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര വന്നു? 0 വന്നു. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ, നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ കിട്ടി. നമ്മൾ ഹീറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താ? സിഗ്മ എ എൻ ഇൻറ്റു സൈൻ കോസിലുള്ള ആ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നത് എന്തിൻ്റെ ബേസിൽ മാത്രമാണ്? 2 റോഡിൻ്റെ 2 എൻ പോയിൻറ്റും 0 ഡിഗ്രി ടെമ്പറേച്ചറിൽ വരുമ്പം, അല്ലെങ്കിൽ ഏത് രീതിയിൽ, അല്ലെങ്കിൽ ഹോമോജീനിയസ് ആയിട്ടുള്ള എന്ന് പറയാം. ഹോമോജീനിയസ് ആയിട്ടുള്ള ബൗണ്ടറി കണ്ടീഷൻസ് വരുന്ന കേസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ സൊല്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ആ സൊല്യൂഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻ കിട്ടണം. ആ ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻ തന്നിരിക്കുന്നത് നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഹോമോജീനിയസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആ പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രാൻഷൻ സൊല്യൂഷൻ്റെ കേസിൽ നമുക്ക് കിട്ടുന്ന ബൗണ്ടറി കണ്ടീഷൻസ് എപ്പോഴും എന്തായിരിക്കും? ഹോമോജീനിയസ് ആയിരിക്കും. അല്ലെങ്കിൽ ആ 2 വാല്യൂ എപ്പോഴും എങ്ങനെ കിട്ടുക? 0 ആയിട്ട് കിട്ടണം. കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇനി ഒന്നും കൂടി കാണാനുണ്ട്. അതേതാണ്? ഇനി ഇനീഷ്യൽ ടെമ്പറേച്ചർ, അതായത് യു ടി ഓഫ് എക്സ് 0 കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ് കംപ്ലീറ്റ് ആവും. യു ടി ഓഫ് എക്സ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ യു ടി ഓഫ് എക്സ് 0 എന്ന് പറഞ്ഞാൽ ടി ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പോൾ യു ഓഫ് എക്സ് 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ച സ്റ്റഡി സ്റ്റേറ്റ് ഇക്വേഷൻ നോക്കുക. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചാണെന്ത്? ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റഡി സ്റ്റേറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിച്ച 20 + 5/2x ആണ് നമ്മുടെ യു ഓഫ് എക്സ് 0 എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ വാല്യൂ ഇവിടെ കൊടുക്കുക. എന്താ അത്? 30 + 5/2x. ദെൻ യു എസ് ഓഫ് 0 എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ എന്ത് സംഭവിക്കുക? യു എസ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി ടെമ്പറേച്ചർ T0 ആണെങ്കിലും, അതായത് സ്റ്റഡി സ്റ്റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? യു എസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? എക്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ അത് അതേപോലെ തന്നെ വരും, 40 + x. ഇനി ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പം നമുക്ക് എങ്ങനെ കിട്ടും? 5/2x മൈനസ് എക്സ്. 5/2x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3x/2 എന്ന് കിട്ടും.
30 മൈനസ് 40 മൈനസ് 10 എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മുടെ യു ടി എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? യു ടി ഹോമോജീനിയസ് ആണ്, അതുപോലെ അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷനും നമുക്ക് കിട്ടി. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ വൺ ഡയമെൻഷൻ ഹീറ്റ് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ അപ്ലൈ ചെയ്യാലോ. എന്താ വൺ ഡയമെൻഷൻ ഹീറ്റ് ഇക്വേഷൻ? അവിടെ യു ടിക്ക് പകരം എന്താവും? യു ട്രാൻഷ്യൻ്റ് എന്നുള്ള രീതിയിലേക്ക് മാറും. യു ട്രാൻഷ്യൻ്റ് ബൈ ഡോ യു ബൈ ഡോ ടി എന്ന് പറയുന്നതാണ് ഡോ യു ടി ബൈ ഡോ ടി ഇക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ടി ബൈ ഡോ എക്സ് സ്ക്വയർ. സിൻസ് ദ ബൗണ്ടറി കണ്ടീഷൻസ് ആർ ഹോമോജീനിയസ് ആയതുകൊണ്ട് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താവും? യു ടി ഓഫ് എക്സ് ടി ഇക്വൽ ടു സിഗ്മ n equal to 1 to infinity bn sin n pi x by l e power minus c n pi by l whole square t for bn is equal to 2 by l. ഇതാണ് നമ്മുടെ ഫോറിയർ സീരീസ് സൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, നമുക്ക് അത് മാത്രമേ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ഹീറ്റ് ഇക്വേഷൻ്റെ കേസിൽ ഫോറിയർ സീരീസ് സൊല്യൂഷൻ മാത്രമാണ്. പക്ഷേ വേവിൻ്റെ കേസിൽ രണ്ടെണ്ണം ഉണ്ട്, ഡി ആർ എം എസ് സൊല്യൂഷനും ഉണ്ട്, അതുപോലെ ഫോറിയർ സീരീസ് സൊല്യൂഷനും ഉണ്ട്. where bn is equal to 2 by l integral 0 to l f of x into sin n pi x by l. സോ ആ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ യു ടി ഓഫ് എക്സ് 0, ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് വാല്യൂ. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻ ആ വാല്യൂ ഇവിടെ കൊടുക്കുക ഇൻറ്റു സൈൻ എൻ പൈ എക്സ് എൽ അല്ലേ. ഇവിടെ എല്ലിന് പകരം 20 ആണ്. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രേഷൻ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല. എന്ത് ചെയ്യുക? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഈ ഫംഗ്ഷനും സെക്കൻഡ് ഇതുമായിട്ട് യൂസ് ചെയ്യുക. ദെൻ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്ന ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക ഈ പറഞ്ഞിരിക്കുന്ന കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള വാല്യൂ എപ്പോഴും വരും. -1 1 -1 ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ ജനറലായിട്ട് നമ്മൾ പറയുന്നതാണ് -1/n. അപ്പോൾ കോസ് എൻ പൈക്ക് പകരം അതിന് മാറ്റി കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇവിടുന്ന് കോസ് എൻ പൈക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? -1/n. ഇതിനൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ദെൻ ആ കിട്ടുന്ന വാല്യൂ ബി എൻ വാല്യൂ ആണ്. ആ ബി എൻ വാല്യൂ ജസ്റ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യു ട്രാൻഷൻ സൊല്യൂഷൻ ആയി. ഓക്കെ, പക്ഷേ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻഷൻ സൊല്യൂഷൻ പ്ലസ് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് സൊല്യൂഷനാണ്. ഇതൊക്കെ ഇനീഷ്യൽ കേസ് മാത്രമാണ് യു ഓഫ് എക്സ് 0 ഒക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തത്. നമ്മുടെ ഒറിജിനൽ സൊല്യൂഷൻ ശരിക്കും എന്താണ്? ട്രാൻഷൻ സൊല്യൂഷനും സ്റ്റഡി സ്റ്റേറ്റ് സൊല്യൂഷൻ്റെയും സമ്മാണ്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ആ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം യു എസ് ഓഫ് എക്സ് 40 + x ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അത് പ്ലസ് നമ്മൾ എന്ത് ചെയ്യുക? യു ടി ഓഫ് എക്സ് ടി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ.